എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറേയായി ഇപ്പോൾ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്, എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലമൊന്നും. വ്ളോഗ്സ് കുറേ കാലമായി, സബ്ജക്റ്റ് കിട്ടണില്ല, ഒരു സബ്ജക്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ മഴയല്ലേ, കർക്കിടക മാസമല്ലേ, അതിൻ്റെ മുൻ തുടങ്ങി മിഥുനത്തിൽ തുടങ്ങിയ മഴയല്ലേ, ഇപ്പോഴും നിന്നിട്ടില്ലല്ലോ, മഴയോട് മഴ തന്നെ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനോ പുറത്തേക്ക് പോകാനോ വല്ല വ്ളോഗ്സ് എടുക്കാനോ വല്ല സബ്ജക്റ്റ് കിട്ടാനോ ഒരു യാത്ര ഉണ്ടാവാനോ ഒന്നും ചാൻസ് ഇപ്പം ഇല്ല. അപ്പോൾ അത് കാരണം പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് വ്ളോഗ്സ് ഒന്നും നടക്കണമില്ല. അപ്പോൾ വീട്ടിലിരുന്ന് റീൽസ് മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി വ്ളോഗ്സുകളൊക്കെ. അപ്പോഴിങ്ങനെ നാളെ കുറച്ച് നെല്ലിക്ക കിട്ടിയത്. എന്നാൽ ശരി, നെല്ലിക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. ഇത് നെല്ലിക്കക്കറിയല്ല, നമ്മൾ കായനെല്ലിക്ക എന്ന് പറയും. കായനെല്ലിക്ക എന്നാണ് ഈ അച്ചാറിന് പേര്. അങ്ങനെയാണ് കേട്ടിട്ടുണ്ടാവും പലരും. കായനെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കും? പാലക്കാട് എൻ്റെ അച്ഛൻ്റെ നാട്ടിലാണ് തോന്നുന്നു ആ കായനെല്ലിക്കയുടെ ഇത് ഉണ്ടാക്കണ റെസിപ്പിയൊക്കെ തോന്നുന്നുണ്ട്. അവിടുന്ന് അമ്മയ്ക്ക് കിട്ടിയതാ തോന്നുന്നുണ്ട്. അച്ഛൻ്റെ നാട്ടിലെ പാലക്കാട് ജില്ലയാണ്, അവിടെ ആണ് ഈ കായനെല്ലിക്കൊക്കെ ഉണ്ടാക്കാറ് സാധാരണ തോന്നുന്നു. അപ്പോൾ അത് ആണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വിഷയമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാ അതിലേക്ക് പോയി നോക്കിയാലോ? ഓക്കെ ഓക്കെ വെൽക്കം ടു മൈ കിച്ചൺ. ഞങ്ങളന്ന് പാലക്കാട് നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, പാലക്കാടാട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്, എലപ്പുള്ളിയിൽ. അപ്പോൾ അവിടുന്ന് അങ്ങാടിപ്പുറത്തേക്ക് വരുമ്പോൾ കൂട്ടുപാതയിൽ എപ്പോഴും കാണും ഓട്ടോയിൽ നിറയെ നെല്ലിക്ക. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് 1 കിലോ നെല്ലിക്ക മേടിച്ചു. അമ്മ എപ്പോഴും മേടിക്കാറുണ്ട് നെല്ലിക്ക. നെല്ലിക്ക നല്ലതാണല്ലോ. അപ്പോൾ ജലദോഷമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നെല്ലിക്ക വാങ്ങാറുണ്ട്. ആ നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക കറി ഉണ്ടാക്കാറുണ്ട് എപ്പോഴും. ഇപ്പം കായനെല്ലിക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ലെണ്ണയിൽ നെല്ലിക്ക ഇങ്ങനെ വഴറ്റുക. നന്നായിട്ട് വഴറ്റി നല്ലൊരു പാകമാവണം. ഒരു ബ്രൗൺ നിറക്കെ ആവുമ്പോൾ അത് പാകമാവും. അങ്ങനെ ഈ പാകത്തിന് വഴറ്റിയെടുക്കുക. സിമ്മിലിട്ടിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. ഗ്യാസ് സ്റ്റൗ നല്ല സിമ്മിലാക്കിയിട്ട് വഴറ്റിയാൽ മതി. ഫ്ലെയിം പൊന്തിച്ചാൽ അത് കരിയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഫ്ലെയിം നല്ലോണം സിമ്മിലിട്ടിട്ട് ചെയ്യുകയാണ് നല്ലത്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിനെ കുരു കളഞ്ഞു ഞങ്ങൾ. സാധാരണ കുരു കളയാറില്ല, കുരു കളയാണ്ടാണ് ഉണ്ടാക്കാറ് കായനെല്ലിക്ക. ഇത്തവണ കുരു കളഞ്ഞു. ഇതുപോലെ കുരു കളഞ്ഞിരിക്കുകയാണ്. നെല്ലിക്ക കറിക്കാണ് സാധാരണ ഇങ്ങനെ കുരു കളയുക. മറ്റേന് കായനെല്ലിക്കയ്ക്ക് കുരു കളയാറില്ല, കായ പോലെ തന്നെ ഇരിക്കും നെല്ലിക്ക, അങ്ങനെ തന്നെയുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിക്കണം. ഉലുവയും വേണം, അതുപോലെ കായം വറുത്ത് പൊടിച്ചിടണം. അപ്പോൾ ആദ്യം ഉലുവ വറുത്തെടുത്തതാണിത്. ഉലുവ വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും വേണ്ട, വെറുതെ വറുത്തെടുത്താൽ മതി. അത് പൊടിച്ചെടുത്തതാണിത്. ഉലുവ വറുത്തെടുത്തിട്ട് അത് പൊടിച്ചെടുത്തു. കായം വറുക്കുമ്പോൾ നല്ലെണ്ണയിൽ വറുക്കണം. കുറച്ച് നല്ലെണ്ണ പറഞ്ഞിട്ട് അതിൽ വറുത്തെടുത്തിട്ടാണ് കായം പൊടിക്കേണ്ടത്. കായവും ഉലുവയും കൂടി ഒന്നിച്ച് പൊടിച്ചെടുക്കാം. വറുത്തിട്ട് വെവ്വേറെ വറുത്തിട്ട് കായത്തിന് ഉലുവയും രണ്ടും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തിട്ട് പൊടിയാക്കാം. ഇതുപോലെ ഈ പാകാക്കിയിട്ട് കായം വറുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചൂടാക്കണം. ഉപ്പ് ചീഞ്ചട്ടിയിലിട്ടിട്ട് ചൂടാക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ച്. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട, ഞങ്ങളുടെ വീട്ടിലാരും അധികം എരിവ് കൂട്ടണ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുളകേ ഇടാറുള്ളൂ. മുളക് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ആ മിശ്രിതം ഇതിൽ നെല്ലിക്കയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഉപ്പും മുളകും പിടിപ്പിക്കുക.
അത് കഴിഞ്ഞാൽ നമ്മൾ ഉലുവയും അതുപോലെ കായവും പൊടിച്ചതുണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ഇതുതന്നെയാണ് കായനെല്ലിക്ക. ഇത്രയേ ഉള്ളൂ കായനെല്ലിക്കയുടെ റെസിപ്പി. ഇതുതന്നെയാണ് കായനെല്ലിക്ക. സാധാരണ അത് കുരു കളയാറില്ല എന്ന് മാത്രം, നെല്ലിക്ക അങ്ങനെ ഇടാറ്. ഇത്തവണ നമ്മൾ നെല്ലിക്ക അതിനെ കുരു കളഞ്ഞിട്ടിട്ടു. ഇതാണ് കായനെല്ലിക്ക. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്താൽ സന്തോഷം.